ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാള സീസൺ 7 12 ആഴ്ചത്തെ വോട്ടിംഗ് നോക്കിയത് അവസാനിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി കൊണ്ട് തന്നെ വോട്ടിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഹോട്ട്സ്റ്റാർ ഇനി ആർക്കും വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. വോട്ടിംഗ് അവസാനിച്ചപ്പോൾ അല്ലെങ്കിൽ വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടുകൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ലഭ്യമാകുമ്പോൾ ആരൊക്കെയാണ് വോട്ടിംഗ് വൻ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു, ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുതിപ്പുമായിട്ട് മുന്നിൽ നിന്നും വോട്ടിംഗ് അവസാനിച്ച് ലാസ്റ്റ് എത്തിയതൊക്കെ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കയറുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 7 പേരായിരുന്നു നോമിനേഷൻ വന്നിട്ടുണ്ടായത്. രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായത് ആദിലയും അതോടൊപ്പം തന്നെ ഷാനവാസ് വരുന്നു. എന്നാൽ ഷാനവാസ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇപ്പോഴത്തെ ഹോസ്പിറ്റലുമാണ്. എന്തൊക്കെയാണ് ഹൗസിൽ 7 പേര് നോമിനേഷൻ വന്ന് ഈ ആഴ്ച പുറത്താകാൻ സാധ്യത ആരൊക്കെയെന്ന് നോക്കാം. 1ാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് അനീഷേട്ടനായിരുന്നു. 1,13,013 വോട്ടുമായിട്ട് അനീഷേട്ടനെ തകർക്കാൻ ആർക്കും സാധിക്കാത്ത രീതിയിലോട്ട് അനീഷേട്ടൻ ലീഡ് ഉയർത്തി വൻ വിജയം തന്നെ സ്വന്തമാക്കിയപ്പോൾ 2ാം സ്ഥാനത്ത് അനുമോളാണ്. അനീഷേട്ടനോടൊപ്പം തന്നെ വോട്ടിംഗ് സ്വന്തമാക്കിയിട്ടുണ്ട്. 1,08,351 വോട്ടുകളുമായിട്ട് അനുമോൾ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവർ രണ്ടുപേരും തരംഗത്തിൽ പലരും തകർന്നു പോയൊരു കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ 3ാം സ്ഥാനത്ത് എത്തിയിരുന്നത് നൂറയായിരുന്നു. ആതിരയുടെ കൂടി വോട്ടിംഗ് സപ്പോർട്ടോടുകൂടി തന്നെ നൂറയ്ക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചു. 92,941 വോട്ടുമായിട്ട് നൂറ 3ാം സ്ഥാനത്തെത്തിയപ്പോൾ 4ാം സ്ഥാനത്ത് കാണാൻ സാധിച്ചത് ആര്യനെയായിരുന്നു. ചില സമയത്തൊക്കെ ആര്യം 4-5 സ്ഥാനങ്ങളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം വീണ്ടും ആര്യം ശക്തമായിട്ട് തിരിച്ചു വന്നു. 86,958 വോട്ടുകളോളം ആര്യം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 5ാം സ്ഥാനത്ത് അക്ബറിനെയാണ് കാണാൻ സാധിച്ചത്. അക്ബറിനും അത്യാവശ്യം ഭേദപ്പെട്ട വോട്ടുകളൊക്കെ ഈ വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്വന്തമാക്കി സേഫ് സോണിലോട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. 82,060 വോട്ടുകളോളം അക്ബർ സ്വന്തമാക്കിയപ്പോൾ കോൾ അടിച്ചത് അല്ലെങ്കിൽ ലോട്ടറി അടിച്ചത് നമ്മുടെ സാബുമാനാണ്. സാബുമാൻ്റെ വോട്ട് 80,483 എന്ന് പറയുന്ന വോട്ടിംഗ് സ്ഥിതിയിലോട്ട് വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം വന്നിട്ടുണ്ട്. അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളാണ്. ഒരുപക്ഷെ അക്ബറിനെ പോലും അട്ടിമറിച്ചോ അല്ലെങ്കിൽ ആരിനെ പോലും അട്ടിമറിച്ചോ ഒന്നും പറയാൻ സാധിക്കത്തില്ല സാബുവിന്. നെവിൻ ഷാനവാസ് വിഷയത്തിൽ തന്നെയാണ് സാബുമാൻ വോട്ട് കയറിയത്. ഏറ്റവും ഡേഞ്ചർ സോണി നെവിനാണ്. നെവിൻ്റെ വോട്ട് 69,335 എന്ന് പറയുന്ന രീതിയിലാണ് വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളിൽ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു വോട്ടിംഗ് റിസൾട്ട് അൺഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം. എങ്കിൽ പോലും ലഭ്യ വന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നെവിന് സാബുമാൻ തുടങ്ങിയവരാണ് പുറത്തുപോകാൻ സാധ്യത. അതോടൊപ്പം തന്നെ സാധ്യതയുള്ളത് ആര്യനും അക്ബറിനുമാണ്. എന്തൊക്കെയാണ് 2 എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ബിഗ് ബോസ് ഇപ്പോഴും പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ജിസേലൊക്കെ വിക്റ്റായി പുറത്തു പോയതുപോലെ തന്നെ മറ്റേതെങ്കിലും കണ്ടസ്റ്റന്റ് പുറത്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. 1 മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളിലൂടെ തന്നെ. അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.